ഈ ഒരു മനുഷ്യനെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും അറിയൂ കേട്ടോ. ഈ റീൽസിലൂടെയൊക്കെ കണ്ട് കുമളിക്കാരനായ ഒരു ബസ് കണ്ടക്ടറാണ്. അദ്ദേഹം ഇന്നലെ സൂയിസൈഡ് ചെയ്തു കേട്ടോ. കാരണം എന്താന്ന് പറയട്ടോ, അദ്ദേഹം ഒരുപാട് നാളത്തെ പ്രണയത്തിന് ശേഷം വളരെ ആത്മാർത്ഥമായിട്ട് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു കേട്ടോ. ആ പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കുകയും ചെയ്തു കേട്ടോ. അതില് ഒരു കുട്ടി ഉണ്ടായി. കല്യാണം കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം ആ ഒരു ഭാര്യയെ ഗൾഫിലേക്ക് അയച്ചു. ഗൾഫിൽ ചെന്നതിന് ശേഷം ഒരാളുമായിട്ട് അടുപ്പത്തിലാവുകയും അദ്ദേഹത്തെ കല്യാണം കഴിക്കുകയും ചെയ്തു കേട്ടോ. ഈ വിവരം പറഞ്ഞ ഈ ഒരു മനുഷ്യന്റെ ചങ്ക് തകർന്നു പോയിട്ടോ. 8 വർഷത്തോളം സ്വന്തം കുഞ്ഞിനെ സ്വന്തം ജീവനേക്കാൾ ഏറെ സ്നേഹിച്ച് കൊണ്ടേ നടന്നിട്ടോ, വേറൊരു കല്യാണം പോലും കഴിക്കാതെ. പക്ഷെ ഈ അടുത്ത് ഒരു കോർട്ട് ഓർഡർ വന്നു കേട്ടോ, കൊച്ചിനെ അവർക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ്. സ്വന്തം ജീവനേക്കാൾ ഏറെ സ്നേഹിച്ച തൻ്റെ ഭാര്യ ഇട്ടിട്ട് പോയിട്ടും സ്വന്തം മകളെ ഓർത്ത് ഇത്രയും കാലം പിടിച്ചു നിന്ന ആ ഒരു മനുഷ്യന് സ്വന്തം മകള് കൈവിട്ട് പോകാന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയാണ് ആ ഒരു മനുഷ്യൻ ഇന്നലെ ആത്മഹത്യ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇവിടെ നിയമവും കോടതിയൊക്കെ ഉണ്ടെന്നുള്ളൂ കേട്ടോ, ഒന്നിനും കൊള്ളൂല കേട്ടോ. 10 മാസം നൊന്ത് പറ്റ കഥ പറയാൻ മാത്രമേ ഇവിടെ ആളുകളുള്ളൂ. ഒരു കുടുംബത്തിന് വേണ്ടി ഒരു ആയുഷ്കാലം മുഴുവൻ പട്ടിയെ പോലെ പണിയെടുത്ത് ജീവൻ തന്നെ ഇല്ലാണ്ടാവുന്ന ഒരു ആണിന്റെ കഥ പറയാൻ ഈ ലോകത്ത് ഒരു മനുഷ്യനില്ല കേട്ടോ. വല്ലാത്തൊരു ലോകം. പ്രസവിച്ചതുകൊണ്ട് മാത്രം ഒരു അമ്മയാവോ? 8 വർഷം വരെ ആ ഒരു കുഞ്ഞിനെ നോക്കിയത്, വളരെ കഷ്ടപ്പെട്ട് നോക്കിയത് ആ ഒരു മനുഷ്യനല്ലേ. ഈ ഒരു കേസിൽ വിധി പറഞ്ഞ ആ ഒരു ജഡ്ജി ഇതൊക്കെ കാണണ്ടല്ലോ അല്ലെ.